ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയില്ലേ? നമ്മളും സേഫ് ആയിട്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഇന്നലെ നമുക്ക് വൈകിട്ട് ഇവിടെ നല്ല അടിപൊളി ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മഴയുടെ എഫക്റ്റ് ഇതാ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. നമ്മുടെ ആ പാറിക്കിടക്കുന്ന മുറ്റത്തെ പൊടികളൊക്കെ നല്ല രീതിയിൽ നിന്ന് ഒതുങ്ങി എല്ലാം ഒന്ന് എന്താ പറയുക, ചെടികൾക്കായാലൊക്കെ നല്ല രീതിയിൽ മഴ കിട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മഴയുടെ ഇത് കാരണം ഇന്ന് രാവിലെ പൊതുവെ എന്നത്തേനെക്കാട്ടിലും അപേക്ഷിച്ച് നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ മോർണിംഗിലും കൂടി ആണെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്നൊരു പ്ലാന്റ് നട്ടിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ എന്തായാലും നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് നമ്മളിതാ ഇവിടെ തന്നെയാണ് കേട്ടോ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മഴ ചാറാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ അത് നട്ടതിന് ശേഷവും നന്നായിട്ട് മഴ കിട്ടിയോണ്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു വാട്ടമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് നീച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ശരിക്കൊരു ബട്ടർഫ്ലൈൻ്റെ ഇതുപോലെ ഉണ്ട് ഇല്ല, അതിൻ്റെ ഒരു ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ ഇന്ന് നമുക്കിനി പ്രത്യേകിച്ച് ചെടികളൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലത്തെ ഒരു മഴയിൽ നമ്മുടെ ചെടികൾ മൊത്തത്തിലൊന്നും നനഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇലകളിലും അതുപോലെ തന്നെ ആ പൂക്കളിലൊക്കെ ഇപ്പോഴും ആ വെള്ളത്തുള്ളികളൊന്നും പോയിട്ടുമില്ല. അപ്പോൾ എന്നാലും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വൈകിട്ട് വേണമെങ്കിൽ നനച്ചു കൊടുത്താൽ മാത്രം മതി. മാത്രമല്ല നമ്മൾ എത്രത്തോളം നനച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ പ്രകൃതി നേടുന്ന ഒരു മഴയുടെ എഫക്റ്റ് നമുക്ക് നനച്ചു കൊടുക്കുന്നതിന് കിട്ടില്ലല്ലോ എത്രയായാലും. കാരണം മറ്റേ മഴ പെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിലൊന്നും മണ്ണൊക്കെ ഫുള്ളായിട്ട് നനയില്ല. അമ്മ ഇപ്പോൾ വരാം ഫുള്ളായിട്ട് നനയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ ചെടിക്ക് കിട്ടിയിട്ടുണ്ടേ. എനിക്ക് നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ ചായ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആളിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്നിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് പോയി എടുക്കട്ടെ അവളെ. അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടുണ്ട്. ആവണിക്കുട്ടി ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ട്. തണുപ്പൊന്നും കുഴപ്പമില്ലല്ലോ ആവണിക്കുട്ടി. തണുക്കുണ്ടോ ഭാവിക്ക്? തണുക്കുണ്ടോ? അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കിളികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത്. പൊതുവേ വരാറുണ്ട്. ഇപ്പോൾ തണുപ്പും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കിളികളുണ്ടെന്ന്. അപ്പോൾ ആ മേളിൽ ഇങ്ങനെ നേരെ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് കിളികളുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാട്ടോ. അവിടെ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ചെറുതും വലുതായിട്ട് പല സൗണ്ടുകളും ഇങ്ങനെ കേൾക്കുന്നുണ്ട് കിളികളുടെയൊക്കെ. ചായ കുടിച്ചോ പൊന്ന്? ചായ കുടിച്ചോ? അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ നമുക്കിന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് പണിക്ക് ചേട്ടന്മാരൊക്കെ ഇടും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഇനി പണി തുടങ്ങാം. കുറിഞ്ഞി എന്താ? പിന്നെ നമുക്ക് രാവിലെ പഴമാണ്. അപ്പോൾ പഴം ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതേപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ പഴം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതാ ഇഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോണത്. ഇഡലി ചെമ്പിൽ ആവിയൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആവണിക്കുട്ടി ഇതുവഴി ഇങ്ങനെ നടന്ന് എനിക്ക് ഓരോരോ പണികൾ ഉണ്ടാക്കി തരുന്നുണ്ടേ. ആവണിക്കുട്ടി എന്താ പരിപാടി? എന്തേ പപ്പു വേണോ സുത്തിന്? എന്താ പഴം എവിടെ നന്നായിട്ടൊന്ന് വേവട്ടെ. പെട്ടെന്ന് വേവുമല്ലോ. ഒന്ന് പഴുത്ത പഴമായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കില്ലല്ലോ. അല്ലെങ്കിൽ പഴം വെന്തിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങണം. അപ്പം എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കണം. അപ്പം എന്തായാലും ഉപ്മാവ് ഉണ്ടാക്കണം ഒരു പരിപാടി നോക്കാം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടിയുടെ കുറിഞ്ഞിപ്പൂച്ച ഇതുവരെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കുറിഞ്ഞി എവിടെ? കുറിഞ്ഞി കുറിഞ്ഞി. അപ്പൊ ഇന്ന് നമ്മളിതാ സേമിയ വെച്ചിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും പൊട്ടിക്കട്ടെ. ഉപ്മാവിന്റെ സേമിയ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടാണ് അതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്.
വേണ്ട ഒരളവിൽ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ. ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിവല്ല. എന്നാലും ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പൊട്ടിക്കാനുണ്ട്. വലിയ രീതിയിൽ നീളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് പൊട്ടിച്ചെടുക്കട്ടെ. ജസ്റ്റ് നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേനും പൊട്ടി വരുമല്ലോ. കാരണം ചെറിയ ചെറിയ നമ്മൾ സാധാരണ പായസം കഴിക്കുന്ന സേമിയ ആ ഒരു ടൈപ്പ് അല്ലത്, വളരെ ചെറിയ തിന്നായിട്ടുള്ള അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിലേക്ക് വേണ്ട സവോള അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുക ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവും ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാട്ടോ. ഇനി ആണിക്കുട്ടി അപ്പാപ്പ് തെറ്റേ അപ്പാപ്പ് കഴിക്കാം. അതാ പഴമാണ് നമുക്കിന്ന് ഉപ്പുമാവിന്റെ കൂടെ. ഇഷ്ടമാണോ ഉപ്പുമാവ്? ഇഷ്ടമാണോ? കഴിച്ചു. അതേപോലെ തന്നെ നമ്മളൊന്നും ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഞാൻ ക്യാരറ്റ് അതുപോലെ തന്നെ സവോള ബീൻസ് അതൊക്കെ ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് കൂടി ഇട്ടുണ്ട്. അപ്പൊ നെയ്യുടെ ഒരു ഫ്ലേവർ കൂടി വരുമ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതിന് കഴിക്കട്ടെ. വേണോ? അപ്പൊ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പകലിന് വെയിലായിരിക്കും, വൈകിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? നമ്മളെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചായ കുടിച്ചുകൊണ്ടിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടാലും നമുക്ക് വഴി കാണാം. അമ്മയ്ക്കിതായോ? അമ്മയ്ക്കിതാ. ഞാനും ആണിക്കുട്ടി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്ത പരിപാടികൾ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇല്ല ആണിക്കുട്ടി? ആണിക്കുട്ടി രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞത് അവളുടെ പാവക്കുട്ടിയും എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മാമു കൊടുത്തോ? ഈ വാവയ്ക്ക് മാമു കൊടുത്തോ? ഇത് വാവയാണ് വാവയാണ് ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടുതരും. ഇപ്പൊ ഇത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ട് കളിക്കൂട്ടോ. എന്തായാലും ഇഷ്ടായോ ഇത്? ധാര വാങ്ങിച്ചേ? ധാര വാങ്ങിത്തന്നെ വാവയാണോ? അപ്പൊ ഇനി ഞങ്ങൾ ഇതാ കറി വെക്കാൻ വേണ്ടി നോക്കാൻ പോകണം. അപ്പൊ നമുക്ക് ചിക്കൻ കൊടുത്തിട്ടുണ്ട് ഏട്ടൻ രാവിലെ. അപ്പൊ എന്തായാലും നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പൊ പണിക്കും ആളുണ്ടല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ചിക്കൻ കറിയൊക്കെ വെക്കാം. പിന്നെ തോരനൊക്കെ വെക്കണം. അപ്പൊ എന്തായാലും ഒക്കെ നോക്കണം. അതേപോലെ തന്നെ അരി ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെന്തിട്ടില്ല. ഇപ്പൊ ഇട്ടിട്ട് തിളയ്ക്കുന്നതേ ഉള്ളൂ. മട്ടരി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അതാ കുറച്ച് സവോളയും അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടൊന്ന് നന്നാക്കി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇതൊക്കെ നന്നാക്കി എടുക്കട്ടെ. മാത്രമല്ല നമ്മുടെ ആൾ വീട്ടിൽ രാവിലെ തന്നെ അമ്മ 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 വിളിച്ച് പിന്നോളം നടക്കുവാടെ. ഇതിന്റെ പണിയൊക്കെ ഗോവിന്ദ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒതുങ്ങിയിരിക്കും ഇവിടെ. അപ്പൊ അതിന് വേണ്ടി ചെറിയുള്ളി അതുപോലെ തന്നെ കുറച്ച് സവോളയൊക്കെ എടുക്കട്ടെ. എന്തോ നമ്മൾ ഷൂട്ടിന് എന്താടാ അമ്മ എടുക്കാട്ടോ? എടുക്കാം. എന്തേ ചെറിയുള്ളി അതുകൊണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ ഇതാ കൂടുതൽ ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയുള്ളി ഇട്ട് വെക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്നാലും നമുക്ക് ചെറിയുള്ളി കൂടുതൽ എടുക്കാം. എന്താടാ പൊന്നാ? എടുക്കണോ? എടുക്കണോ? വാവ എവിടെ? വാവ വാവയ്ക്ക് ഒരു പാട്ട് പാടി കൊടുത്തേ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആര് പാവേനെ കയ്യിലെടുത്തിട്ട് ആള് പാട്ട് പാടി ഉറക്കലും അതേപോലെ തന്നെ ചായയൊക്കെ നമ്മൾ അവൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തത് നേരെ ആ ഒരു പാക്കുട്ടിയുടെ വായിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കും. അതൊക്കെയാണ് അവളുടെ പരിപാടി. വാ വാവ എവിടെ? അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വന്ന കുറച്ച് സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഒരു മാസത്തോളം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരിക്കുന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ ഒരു മാസത്തോളം വീഡിയോ ഇടാതെ പിന്നീട് നമ്മൾ വീഡിയോ ഇട്ടൊരു ടൈമിൽ നമുക്ക് എങ്ങനെയായിരിക്കും ആളുകളുടെ റെസ്പോൺസ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മാസത്തെ ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ പിന്നീട് വീഡിയോ ഇട്ടപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എന്തായാലും ഈ ഒരു സപ്പോർട്ട്
തുടർന്നും നമ്മുടെ വീഡിയോസിന് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്തായാലും ഡെയിലി വീഡിയോസായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ടെല്ലാം നന്നായിട്ട് തന്നെ നടക്കട്ടെ. അതേപോലെ തന്നെ രാവിലെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഒരു കുറച്ച് തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആയിട്ട് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടി ഇടയ്ക്ക് ഓരോ കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അമ്മയും കൂടി ഇവിടെ ഇല്ല കേട്ടോ. അമ്മ അതാ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനും ആവണിക്കുട്ടി മാത്രമുള്ളേ. അപ്പോൾ രാവിലത്തെ കുറച്ച് ടൈം നമ്മൾ എത്രയായാലും നല്ല ബിസി തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് പണിക്ക് ആളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒരു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇതായിക്കോളും. അതുപോലെ തന്നെ പട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാവിലെ പട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും കേട്ടോ. ആദ്യം തന്നെ അതങ്ങ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് ഒതുങ്ങിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ ഭയങ്കരമായിട്ട് ഒച്ചയിടാൻ തുടങ്ങി. പിന്നെ അത് നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഒരു 8 മണിക്കുള്ളിൽ തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ എന്തായാലും അവരുടെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഡീസൻ്റായി നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 നേരമാണ് പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുള്ളത്. സവോള നല്ല രീതിയിൽ ഇങ്ങനെ കണ്ണിങ്ങനെ നീറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ കത്തിയുടെ തുമ്പത്ത് കുത്തി വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ അരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണൊന്നും നീറില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ എനിക്ക് അങ്ങനെ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ താരതമ്യം വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കുറച്ചിട്ടുണ്ട് കേട്ടോ അറിയാം. അപ്പോൾ അതിവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിയപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പണികളുണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് ചെറിയുള്ളിയും അതേപോലെ തന്നെ സവോളയൊക്കെ നന്നായിട്ടുള്ള കഴുകി എടുക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് കത്തിക്കുന്ന അരിയുണ്ടോ, നൈസായിട്ട് വേണം അരിയാൻ വേണ്ടി ചിക്കൻ കറികൾ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനാണെങ്കിലും നൈസായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവോള നമ്മൾ അരിയുന്നതിനെക്കാളും അതായത് നമ്മൾ ചെറിയുള്ളിയൊക്കെ അരിയുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നൊക്കെ നമ്മുടെ കണ്ണിന് വെള്ളം വരുമെന്ന് പറയില്ല. അതേപോലെ ആ ചെറിയുള്ളിൻ്റെ ഒരു കുത്തിലെടുക്കുക, ഒരു നീര് നല്ല രീതിയിലുള്ളതുകൊണ്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് ഇന്നിപ്പോൾ പറമ്പിൽ പണിയെടുക്കാനാണെങ്കിലൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കൊടിയുടെ ചോടൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കലും അതേപോലെ തന്നെ കുറച്ച് കാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറിക്കാലും പിന്നെ കെട്ടിവിടാനുണ്ട് കുറച്ച് കൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെയാണ്. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കാട് തന്നെ പെട്ടെന്ന് തന്നെ പറിക്കുമ്പോഴത്തേന് പോരുമല്ലോ. എന്നാൽ ആ ഒരു പരിപാടിയൊക്കെ ഒന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമ്മളിപ്പോൾ പണി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയിൽ പെട്ടെന്ന് അങ്ങ് പണി ചെയ്യും. നമ്മൾ വീഡിയോ കൂടി എടുത്തിട്ട് പണി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കൂടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വരും. നമ്മൾ ചെയ്യുന്ന പണിക്ക് സാധാരണ എടുക്കുന്ന ടൈമിനേക്കാളും ഒരുപാട് ടൈം എന്തായാലും വരും. അപ്പം എന്തായാലും ഞാനൊന്ന് തീർക്കട്ടെ ഇനി പെട്ടെന്ന് തന്നെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ ഞാൻ 3 ചെറിയ തക്കാളിയാണ് നമ്മുടെ ഇവിടെ തന്നെ പറിച്ചിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പം എന്തായാലും അതൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം എന്തായാലും ചതച്ചെടുക്കണമെങ്കിൽ അതൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും അതിൻ്റെ തോല കളഞ്ഞിട്ട് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ പച്ചമുളക് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പറിച്ചിട്ടുള്ള പച്ചമുളക് ഫുള്ള് തീർന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പച്ചമുളക് ഒന്ന് പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ ഇതിനിപ്പോൾ. അതിലേക്കുള്ളത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. നമുക്ക് പറമ്പിൽ പോകുമ്പോൾ താഴേന്ന് ബാക്കി കുറച്ച് പറിച്ചിട്ട് വരാം. ഇപ്പം താഴേക്ക് പോകാമെന്നാൽ നമുക്ക് ടൈമില്ല. അതുകൊണ്ട് നമുക്ക് അടുത്തേന്ന് കുറച്ച് പറിച്ചെടുക്കാം. അതായത് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കട്ടെ. എന്തോ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി ഇരിക്കാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ചതഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് കഴുകാനുണ്ട്. അപ്പൊ ചിക്കൻ കഴുകണം. നമ്മളൊന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് അമ്മ എടുക്കാം. അപ്പൊ എന്തായാലും ചീനച്ചട്ടി ഒന്ന് കഴുകി അടുപ്പിൽ വെക്കാം. കാരണം ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ ചൂടാവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ നമ്മള് ചിക്കൻ കഴുകുന്ന ആ ടൈം കൊണ്ട് നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കി കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ. തണുക്കുണ്ടോ? നമ്മൾ തെറിച്ച് നോക്കിയിട്ട് മേലേക്ക് തനിക്കൊക്കെ വന്നാ
ചട്ടി ഒന്ന് ചൂടാവട്ടെ. നേരെ സവോളയും അതുപോലെ ചെറുവിലൊക്കെ അരിഞ്ഞ് വെച്ച ടൈമിൽ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ പച്ചമുളക് പറിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ തൈയിൽ നമുക്ക് വേണ്ട കുറച്ച് പച്ചമുളക് ഒന്ന് പറിച്ചെടുക്കട്ടെ. ചാണകം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്തുകൂടി ചാണകം ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് മഴയോടെ പെയ്തപ്പോൾ നന്നായിട്ട് നിന്ന് പിടിച്ചോളൂ. ഇനി നല്ല മൂത്ത മുളക് നോക്കി കുറച്ചൊന്ന് പറിച്ചെടുക്കാം. അടുത്തായതുകൊണ്ട് നമുക്ക് ഒരുപാട് പറിച്ച് വെക്കണ്ടല്ലോ. ആവശ്യത്തിന് വേണ്ടത് കുറച്ച് ഈശ പറിച്ചെടുക്കും. അതാ ഞാൻ മുളക് പറിക്കുന്നതിൻ്റെ അടുത്ത് ഇതാ മുളക് പറിക്കാൻ വേണ്ടി നമ്മുടെ ആവണിക്കുട്ടി എത്തിയിട്ടുണ്ട്. അമ്മ മുളക് പറിച്ചുവിടാ സുത്തേ മതി കേട്ടോ. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. വെളിച്ചെണ്ണയും ചൂടാക്കി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ കറി അതുപോലെ തന്നെ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഉലുവ കരിഞ്ഞു പോകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അപ്പോൾ ഉലുവ ഒക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ചെറിയുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ പറിച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ പച്ചമുളകുണ്ട് ഞാൻ കീറി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി വെച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടുമല്ലോ സവോളൊക്കെ. ആ ഒരു ടൈമിൽ നമ്മുടെ ചോറ് ഇതാ വെന്തിട്ടുണ്ട്. ചോറൊന്ന് വാർക്കാം. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെയ്തിട്ട് നമുക്കത് ഇളക്കി മിക്സ് ചെയ്യാം. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വാർത്തിട്ടില്ല. പിന്നെ എന്തായാലും നമ്മുടെ ചിക്കൻ കറിയാണ് വെക്കാനുള്ളത്. അതുകൊണ്ട് തോരൻ കൂടി വെക്കാനുണ്ട്. അപ്പോൾ എന്നാലും ചിക്കൻ കറി ഇനിയിപ്പോൾ ചോറ് വാർത്തുകൊണ്ട് തന്നെ അവിടെ അടുപ്പ് ഫ്രീ ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ പെയിന്റ് അടിച്ചുകൊണ്ട് ഉള്ളിൽ അങ്ങനെ തീയൊന്നും കത്തിക്കാറില്ല. കാരണം പുകയൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് നാശമാകുന്ന കഴിച്ചിട്ട് നമ്മൾ പുറത്ത് അടുപ്പിട്ടാക്കിയിട്ട് അവിടെയാണ് നമ്മളിപ്പോൾ തീയൊക്കെ കത്തിക്കാറ്. അപ്പോൾ ചോറും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ അവിടെയായിട്ട് തിളപ്പിക്കാറുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ചോറ് വേണ്ടു. പിന്നെ അടുപ്പ് ഫ്രീ ആയി. അടുപ്പിലാണെങ്കിൽ നോക്കിയപ്പോൾ നല്ല രീതിയിൽ കനലുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ കത്തുന്നതിനേക്കാൾ പെട്ടെന്ന് ചട്ടിയൊക്കെ ചൂടാവാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് തീ കത്തുവാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ആവണം എനിക്ക് പുറത്ത് അടുപ്പിലാണ് തോന്നിയിട്ട്. അപ്പോൾ എന്തായാലും അടുപ്പ് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇനി ഒരു ചിക്കൻ എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കാം കേട്ടോ. തീക്ക് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇത് അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കുന്നത് ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു വെള്ളമൊക്കെ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ആ ഒരു ചൂടോട് കൂടിയിട്ട് വിറക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മാത്രം മതി. പിന്നീട് ഇതാ നോക്കും നമ്മുടെ ആവണിക്കുട്ടി നല്ല ബിസിയാണ്. നമ്മളിതാ കുറച്ച് കുരുമുളക് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് രാവിലെ. അപ്പോൾ ഓൾറെഡി ഉണങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഉള്ളൊന്ന് ഉണങ്ങാണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ആവണിക്കുട്ടി അതൊക്കെ നിരത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിലുണ്ടല്ലോ. അപ്പോൾ അടിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ചൂട് തട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ മിറ്റത്ത് ഇട്ടുകൊണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെറസിന് മേലാണെങ്കിൽ ഇടയ്ക്ക് കയറുമൊക്കെ വെള്ളം. അപ്പോൾ എന്തായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും താഴെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് വെയിലനുസരിച്ചൊന്ന് അടിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അടിയൊക്കെ നല്ല രീതിയിൽ ഇളക്കി. കുരുമുളക് വാരി നിരത്തല്ലേ. എന്തായാലും ഞാനൊന്ന് പോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇരട്ടി പണി ഉണ്ടാക്കുക. ആൾ കുരുമുളക് ഫുൾ അങ്ങോട്ട് മുറ്റത്തേക്ക് പെറുക്കി ഇട്ടാൽ പിന്നെ പണിയോ. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ടെന്നായാലും നമ്മൾ രണ്ടാളും കൂടി ഒന്ന് നിരത്തുന്നതായിരിക്കും നല്ലത്.
നോക്കാം. അതിന് നമ്മൾ കുരുമുളക് നന്നായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല കുരുമുളക് നിരത്തിയിട്ട് സൈഡിൽ കൂടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റിൽ ഇട്ടിട്ടാണല്ലോ കുരുമുളക് ഇപ്പൊ നിരത്തിയിട്ടുള്ളത്. അപ്പൊ ഗ്രീൻ നെറ്റിന്റെ സൈഡ് ഫുള്ള് നമ്മൾ നല്ല കനമുള്ള കല്ലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കാറ്റൂടി അടിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ കുരുമുളക് പറത്തിക്കൊണ്ടുപോകും. പിന്നെ നമുക്ക് നിരത്തിയത് ഫുൾ ഇരട്ടി പണി ഉണ്ടാക്കി തരും. അപ്പൊ എന്തായാലും കല്ല് വെച്ച് കൊടുത്തോണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറത്തില്ലല്ലോ. അതേപോലെ തന്നെ കാറ്റിന്റെ പോലെ തന്നെ എടുത്ത് കടന്നത് നല്ല വെയിലിട്ടിരുന്നത് നമുക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മഴയുടെ ഒരു എഫക്ട് ഇപ്പൊ നമുക്ക് അറിയാനേ പറ്റുന്നില്ല. കാരണം അത്ര ശക്തിക്കാണ്, നല്ല ചൂടുണ്ടാവും വെയിൽ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല പൊള്ളുന്നുണ്ട്, അത്ര ശക്തിക്കാണ് വെയിൽ വരുന്നത്. അത് എത്ര പെട്ടെന്ന് നല്ല കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മഴ, അതാ ഇപ്പൊ നല്ല ശക്തിക്ക് ഒരു വെയില്. മാത്രമല്ല നമ്മള് നമ്മുടെ വാഴയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് കാറ്റ് വേണം. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വാഴയുടെ ചോടൊക്കെ നല്ല രീതിയിൽ തന്നെ നനഞ്ഞിരിക്കുമല്ലോ. അപ്പൊ മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടൊക്കെ കിടക്കുമ്പോൾ കാറ്റുകൂടിയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുഴങ്ങി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്നാലും കൊലച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സൈഡിൽ നിന്നൊക്കെ ഓരോന്നും ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുവാണേ. അപ്പൊ അങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊലച്ച വാഴയൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴില്ല. അപ്പൊ ഞാൻ കെട്ടി നിർത്തിയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പുഴങ്ങിയില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇങ്ങോട്ടല്ലേ, നമ്മുടെ ചിക്കൻ കറി അടുപ്പിക്കുന്നത് തിളയ്ക്കുവാണ്. അപ്പൊ എന്നാലും ചിക്കൻ കറി വേവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തോരൻ വെക്കാനുണ്ടല്ലോ. അപ്പൊ എന്നാലും തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ പറമ്പിൽ കുറച്ച് നമ്മുടെ മത്തന്റെ വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറേ മത്തനൊക്കെ തന്നിട്ടുള്ളൊരു മത്തൻ വള്ളിയാണ്. ഇപ്പൊ അതിലങ്ങനെ മത്തങ്ങയൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരുപാട് ഇലയുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടി. നല്ല കുഞ്ഞ ഇലകളൊക്കെ ഉണ്ട്, അതായത് വിരിഞ്ഞിറങ്ങിയ പുതിയ കിളിന്ത ഇലകളില്ല. അപ്പൊ അതൊക്കെ തോരൻ വെച്ച് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്നാലും അത് കുറച്ചൊന്ന് നുള്ളി എടുക്കാമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാണ്. അപ്പൊ എന്നാലും അത് തോരൻ വെച്ച് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ കുറച്ച് മത്തനെ നുള്ളി എടുക്കട്ടെ ഇനി. ഒരുപാട് മൂത്തലൊന്നും എടുക്കണ്ട കേട്ടോ. ഒരുപാട് മൂത്തല എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് മൂക്കാത്തത് തളിരില പോലത്തെ സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ മത്തൻ്റെ ഒക്കെ ഇലയൊക്കെ നുള്ളി വിട്ടാലേ കായ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗത്താണ്. അപ്പം അതിൻ്റെ ചുറ്റും നമ്മൾ നന്നായിരുന്നു ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പടർന്ന് കിടക്കുകയാണല്ലോ. അപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ട ഇല ഞാൻ അതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡിലുള്ളതൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. കാരണം വണ്ടിയൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുമ്പോഴേ ഫുള്ള് നന്നായിട്ട് പൊടി അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്നുള്ള അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടി ഉണ്ടാവുന്നത് ആ താഴെയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആവശ്യമുള്ളത് നമുക്ക് ഇതുകൊണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് തോരൻ വെക്കണം. അപ്പം എന്തായാലും കുറച്ചൊരു വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം തന്നെ പൊടിയോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. അതൊക്കെ നമ്മൾ വാഴ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളിലേക്കൊക്കെ ആട്ടോ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളന്ന് NPK ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഫുള്ളായിട്ട് തന്നെ പയർ, ബീൻസ് അതൊക്കെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ NPKയുടെ ഒരു വളം നന്നായിട്ട് നമ്മൾ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും നമ്മൾ ആ ഒരു വളം എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു പയറിൻ്റെ ഇലകൾക്കും ബീൻസിൻ്റെ ഒക്കെ നമ്മളിവിടെ നട്ടുള്ള എല്ലാത്തിനും വന്ന ഒരു മാറ്റം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. നമ്മളന്ന് 2 ഇല പരുവത്തിലാണ് നമ്മൾ ആ ഒരു വളം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇലകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബീൻസിനായാലും പയറിനായാലും നമ്മുടെ മുളകിൻ്റെ ഒക്കെ ആയാലും തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നമുക്ക് ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ആ ഒരു NPKയുടെ എഫക്റ്റ് ആയിട്ട് ഇതിൽ കാണുന്നത്. അപ്പോൾ NPK എത്രത്തോളം നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഗാർഡനിലും അതേപോലെ നമ്മുടെ ഇതുപോലത്തെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വളം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കയറി വരികയും ചെയ്യും. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ആട്ടിൻകാഷ്ടം അതേപോലെ തന്നെ ചാണകപ്പൊടി കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കൊത്തി ഇളക്കി ചോടൊക്കെ ഒന്ന് കുറച്ച് മണ്ണൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. മഴയും കൂടി വരുമ്പോൾ തന്നെ പെട്ടെന്ന് മണ്ണ് കൂട്ടാനൊന്ന് എളുപ്പമായിരുന്നേ. അപ്പോൾ
കഴുകിയിടിഞ്ഞ് തോരൻ വെക്കാൻ വേണ്ടി അരിയാം. അങ്ങനെ ഇതാ കുറേ നേരം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ അതിന് ഒരുപാട് ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ റോട്ടിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലാണ് എനിക്ക് കുറച്ച് മണ്ണുള്ള പോലെ തോന്നിയായിരുന്നു. കാരണം ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടാണേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് തന്നെ ഇനി എന്തായാലും മണ്ണൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല മൂക്കാത്തലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരിയാനും പറ്റുന്നുണ്ട്. കഴിഞ്ഞു വിട്ടപ്പോൾ നമുക്ക് ഇതുകൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മത്തയില ഫുള്ളായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ. പിന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ നല്ല കുത്തുന്നൊരു വെയിലായിരുന്നല്ലോ കുറച്ച് നേരത്തെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് മൂടിയിട്ടുണ്ട്. പിന്നെ മഴ പെയ്യാനുള്ളൊരു ചാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറിയില്ല. അപ്പോൾ അങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ നേരത്തിയിട്ടുള്ള കുരുമുളകൊക്കെ പെട്ടെന്ന് തന്നെ വാരേണ്ടി വരും. കാരണം ഓൾറെഡി ഒന്ന് ഉണങ്ങിയൊരു കുരുമുളകാണ്. അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറിക്കോളും അതിൽ. അപ്പോൾ എന്തായാലും അത് ചിലപ്പോൾ വാരേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെല്ലി ഉണ്ടായാലും ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചയിട്ടുകൊണ്ടിരിക്കും. ചെടി കേൾക്കുന്നില്ല കേട്ടോ സൗണ്ട്. രണ്ടുപേരും ഒച്ചത്തോളം കഴിക്കേണ്ടതല്ല. നമുക്ക് കുറച്ച് നീങ്ങി നിന്നിട്ട് സംസാരിക്കാം, അതാണ് നല്ലത്. അപ്പൊ ഇവർക്ക് ഒച്ചയിടുന്നതിന്റെ മെയിൻ കാരണം ഞാനിപ്പോ മൊയിലിനെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീറ്റയെ കൊടുത്തിട്ട് നമ്മൾ കൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇവിടെ മേയാൻ വേണ്ടി അഴിച്ചു വിട്ടിരിക്കണം. അപ്പൊ ഇവരെ കണ്ടിട്ട് അടുത്തേക്ക് വരാനുള്ള വെച്ചപ്പാടാണ് കാണുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ ഒരാള്. 3 പേരുണ്ട് കേട്ടോ. അപ്പോൾ 3 പേര് 2 പേര് ഇവിടെ കൂടി ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് അവിടെ പോയിട്ട് ഒച്ചയാണ്. അപ്പോൾ 3 പേര് ഒരേ സ്ഥലത്ത് വിട്ട് തട്ടില്ല. 3 പേര് 3 സ്ഥലത്ത് പോയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ 3 പേര് കുറച്ച് പേർക്ക് തിന്നാൻ പറ്റിയ കുറച്ച് പുല്ലും അതേപോലെ ഇവിടെ നമ്മൾ നേരത്തെ പയറൊക്കെ നട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിൻ്റെ പയറൊക്കെ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ പയറിൻ്റെ ഇലൊക്കെ തിന്നുന്നുണ്ട്. അതേപോലെ തന്നെ അതൊരു ഫേവറേറ്റ് ആട്ടോ. ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇതിനോട് കുറച്ച് അഴിച്ചു വിട്ടിട്ടുള്ളതാണ്. പോയി കേട്ടോ. പിന്നെ നമുക്ക് മെയിൻ കുറച്ചിൻ്റെ അടുത്ത് ആ ഒരു സമയം അപ്പം നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കൂടെ നന്നായിട്ടൊന്ന് മേഞ്ഞ് വയറൊക്കെ നിറയ്ക്കട്ടെ. അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മുടെ ആവണിപ്പിട്ട് നല്ല ഉറക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഉറങ്ങി എണീക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.